നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു വിധിയാണിത്. ആഞ്ചലോട്ടി നെയ്മറുടെ കളി കാണാൻ വേണ്ടി ഇതാ മിറാസോളിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പക്ഷേ നെയ്മർ കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. നാളെയാണ് ആ കളി. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ 6 മണിക്കാണ് മിറാസോൾ വേഴ്സസ് സാൻഡോസ് മത്സരം. ആ മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ പ്രിലിമിനറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പ്രകടനം നേരിട്ട് കാണാൻ വേണ്ടി ആഞ്ചലോട്ടി ഈ കളി കാണാൻ എത്തുന്നു. പക്ഷേ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ മറ്റു മാധ്യമങ്ങൾ ബ്രസീലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം സാൻഡോസ് ക്ലബ്ബ് തന്നെ കൺഫേം ചെയ്യുന്നു, ഈ മത്സരം നെയ്മർ ജൂനിയർ കളിക്കില്ല. ആഞ്ചലോട്ടി എത്തുന്നു, പക്ഷേ നെയ്മർ കളിക്കുന്നില്ല. അതിലാദ്യം നമുക്ക് ഗ്ലോബോയുടെ റിപ്പോർട്ട് നോക്കാം. അതിൽ പറയുന്നത്, മിറാസോളിനെതിരായ മത്സരത്തിന് മുന്നോടിയായി നെയ്മർ സാൻഡോസ് ടീമിനോടൊപ്പം പരിശീലനം നടത്തിയെങ്കിലും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താരം തിരിച്ചുവരവിനായി തയ്യാറെടുക്കുകയാണെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ലെന്നാണ് ക്ലബിൻ്റെ തീരുമാനം. അദ്ദേഹം 100% ഫിറ്റ് അല്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം. തീർച്ചയായിട്ടും പുറത്തിരിക്കാനുള്ള കാരണമായി പറഞ്ഞ നെയ്മർ പരിശീലനത്തിന് ഇറങ്ങിയെങ്കിലും മത്സരത്തിനുള്ള ശാരീരിക ക്ഷമത പൂർണ്ണമായും കൈവരിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ താരത്തെ തിടുക്കപ്പെട്ട് മൈതാനത്തിറക്കി അപകട സാധ്യത വരുത്താൻ സാൻഡോസ് അധികൃതർ ആഗ്രഹിക്കുന്നില്ല. ഇനി ആഞ്ചലോട്ടിയുടെ കാര്യം. ആഞ്ചലോട്ടി ഈ മത്സരം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ട്. നെയ്മറെ ദേശീയ ടീമിൻ്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ നെയ്മർ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് യുവതാരങ്ങളുടെ പ്രകടനത്തിലായിരിക്കും ആഞ്ചലോട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് സാൻഡോസ് ഈ വിഷയത്തിൽ ഒഫീഷ്യലി പറയുന്നത് എന്ന്. സാൻഡോസ് പറയുന്നത്, നെയ്മർ ജൂനിയർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. നോർമലി അദ്ദേഹം മൺഡേ ഇന്നത്തെ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഡ്യൂ ടു ഫിസിക്കൽ ലോഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം അദ്ദേഹം കോച്ച് വോയ്വോഡയ്ക്ക് അടുത്ത മത്സരത്തിന് അവൈലബിൾ ആയിരിക്കില്ല. എന്നിട്ട് അവർ വീണ്ടും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ മസിലുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. നേച്ചുറലി അദ്ദേഹം ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ മത്സരം കളിക്കുന്നില്ല. ഇനി കൊറിന്ത്യൻസിനെതിരെ അടുത്ത സൺഡേ വിലാ ബെൽമിറോയിൽ നടക്കുന്ന ക്ലാസിക് പോരാട്ടത്തിന് നെയ്മർ ജൂനിയർ അവൈലബിൾ ആയിരിക്കും എന്നാണ് സാൻഡോസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ അത് 15-ാം തീയതിയാണ്. 16-ാം തീയതി ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം വരും. അപ്പോൾ 15-ാം തീയതി അദ്ദേഹം ആ മത്സരം കളിച്ചേക്കും. പക്ഷേ ഒറ്റ കളി മാത്രമാണ് ഇനി ബ്രസീൽ ടീം പ്രഖ്യാപനത്തിന് മുമ്പ് അപ്പോൾ അദ്ദേഹം ഇറങ്ങുക. അപ്പോൾ ലെജൻഡ് നെയ്മർ ഈസ് നോട്ട് സഫറിങ് ഫ്രം എനി ഇഞ്ചുറി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. പക്ഷേ മിറാസോളിനെതിരെ അദ്ദേഹം കളിക്കാത്തത് വോയ്വോഡ അദ്ദേഹത്തെ ഇപ്പോൾ കളിപ്പിക്കേണ്ട, റെസ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞു. ഇനി നോക്കുക, നമുക്ക് അവിടെ നിന്ന് പ്രധാനമായിട്ടും റിപ്പോർട്ടുകൾ തരുന്ന ജേർണലിസ്റ്റ് ലൂക്കാസ് മോസറ്റിയുടെ റിപ്പോർട്ട് എന്താണ് എന്ന് നോക്കാം. അദ്ദേഹം ബ്രസീൽ മാധ്യമം UOL-ൻ്റെ റിപ്പോർട്ടറാണ്. അദ്ദേഹം പറയുന്നത്, നെയ്മർ സാൻഡോസിൻ്റെ മിറാസോളിനെതിരെയുള്ള സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. നെയ്മർക്ക് ലാസ്റ്റ് ട്രെയിനിങ് സെഷനിൽ 100% ഫിറ്റാണെന്ന ഫീലിംഗ് ഇല്ല, അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മസ്കുലർ വർക്കൗട്ട്സ് കൊറിന്ത്യൻസിനെതിരെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റൻസിഫൈ ചെയ്യും. പിന്നെ ആഞ്ചലോട്ടി എന്തായാലും ഈ കളി കാണാൻ വേണ്ടി പോയേക്കും, പക്ഷേ നെയ്മർ കളിക്കില്ല എന്നാണ് ലൂക്കാസ് മോസറ്റിയുടെയും റിപ്പോർട്ട്. എന്ത് വിധിയാണിത് എന്നുള്ളതാണ്. അതായത് ആഞ്ചലോട്ടിക്ക് മുന്നിലൊരു മികച്ച പ്രകടനം നടത്തി ഈ സ്ക്വാഡിലേക്കുള്ള സ്ഥാനം ഉറപ്പിക്കാനുള്ള സുവർണാവസരമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നെയ്മർ 100% ഫിറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് മാച്ച് ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസം പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ കളി കളിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സാൻഡോസ് പോയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.